യൂബർ ഓടുന്നവരാ. അപ്പം ബേസിക്കലി അവരതിൻ്റെ അത് ഹാപ്പിയാണ്. ഓക്കെ, ഇനി ഹാപ്പി അല്ലാത്ത ആൾക്കാർ ആരാണെന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ ടാക്സിക്കാരാണ്. അവർ എന്തുകൊണ്ട് ഹാപ്പി അല്ല എന്ന് വെച്ചാൽ അവർ രാവിലെ അവരുടെ ടാക്സി ഇടുന്ന സ്ഥലത്ത് വരും, കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കും. എന്തൊക്കെയാണ് സംസാരിക്കുന്നത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചുമ്മാ നേരം പോക്കിന് സംസാരിക്കും, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്ത ശേഷം അവർക്കൊരു ഓട്ടം കിട്ടും. ചിലപ്പോൾ രാവിലെ തൊട്ട് ഉച്ച വരെ ഇരിക്കുന്ന സമയത്തായിരിക്കും ഓരോ ഓട്ടം കിട്ടുന്നത്. ആ ഓരോ ഓട്ടം ഈ പറഞ്ഞ പോലെ അവന് 3000 രൂപ കിട്ടുന്നതെന്ന് കൂട്ടിക്കോ. അപ്പം ബാക്കിയുള്ള സമയം മുഴുവൻ അവൻ വെറുതെ ഇരിക്കുന്നു, 3000 രൂപ കിട്ടും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അവന് ഹാപ്പിയാണ്. ഇനി ഉച്ച കഴിഞ്ഞ് രാത്രി വരെ നിൽക്കുന്ന സമയത്ത് ഒരു ഓട്ടം മതി, അപ്പോൾ 2 ഓട്ടമായി. അപ്പോൾ അങ്ങനെ ഒരു 3000 കിട്ടിയാൽ 3000 രൂപ 6000 രൂപയായി. ഓക്കെ, അപ്പോൾ അങ്ങനെ 6000 രൂപ കിട്ടുന്നവൻ ഈ യൂബറിനെ സംബന്ധിച്ചിടത്തോളം അവനൊരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം 2 ഓട്ടോ ഓടുന്നുള്ളൂ, പക്ഷെ എനിക്ക് 6000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഹാപ്പി അല്ലേ? അപ്പം അങ്ങനെ നോക്കുമ്പോൾ അയാൾ അല്ലെങ്കിൽ അതുപോലുള്ള ആൾക്കാർ നേരെ യൂബറിലേക്ക് വരുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം വെച്ചാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓടിയാൽ കിട്ടുന്നത് ഇത്ര രൂപയാണ്. അതാണ് ഇതിനകത്തെ കാര്യം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതും അധ്വാനിക്കാതെ കുറേ എമൗണ്ട് കിട്ടുന്നു. ഊബറിലേക്ക് വരുമ്പോൾ നല്ലപോലെ അധ്വാനിച്ചാൽ മാത്രമേ പൈസ കിട്ടുള്ളൂ. അതാണ് ഡ്രൈവർമാരുടെ മറ്റൊരു കാര്യം. പിന്നെ ഊബറിനെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഊബർ ഇന്ത്യയിൽ നല്ല എവിടെ ഓടിയാലും, അത് കേരള സംസ്ഥാനത്തിലെ എവിടെ ഓടിയാലും ഇവർ ഡ്രൈവർമാരുടെ കയ്യിൽ നിന്ന് ടാക്സ് മേടിക്കുന്നുണ്ട്. ഈ ടാക്സ് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഊബർ മറ്റെവിടെയെങ്കിലും കൊണ്ടേ കൊടുക്കുമെന്ന്. അത് കേരളത്തിൽ ഓടുന്ന ഡ്രൈവർ കൊടുക്കുന്ന ടാക്സ് ഉറപ്പായിട്ടും അത് കേരളത്തിൽ തന്നെയായിരിക്കും അടയ്ക്കുന്നത്. ശരിയല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ഡ്രൈവർമാരുടെ കയ്യിൽ നിന്ന് ഊബർ മേടിക്കുന്നത് ഒരു കമ്മീഷനാണ്. കമ്മീഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ അവർ ഈ കാര്യം ചെയ്യുന്നത് ഒരാളും ചുമ്മാ കാര്യം ചെയ്യില്ല. ഒരു കാര്യം ചുമ്മാ ഫ്രീ ആയിട്ട് ആർക്കും കൊടുക്കില്ലല്ലോ. അപ്പോൾ 200 രൂപയുടെ ഒരു ട്രിപ്പിന് മറ്റോ 30 രൂപ 40 രൂപ 50 രൂപ മറ്റോ അവരുടെ കമ്മീഷനായിട്ട് എടുക്കും. നാച്ചുറലാണത്. അതിൽ തെറ്റ് നമുക്ക് പറയാൻ പറ്റുമോ? എനിക്ക് തെറ്റ് പറയാൻ പറ്റില്ല. പിന്നെ ആ കമ്മീഷൻ റേറ്റ് ചിലപ്പോൾ കൂട്ടും, കമ്മീഷൻ റേറ്റ് കുറയ്ക്കും. അപ്പോൾ ഈ ഫെയറും ഇതുപോലെ തന്നെയാണ്. ഭയങ്കരമായിട്ടുള്ള ബിസി സമയങ്ങളിൽ ഫെയർ അവർ കൂട്ടി ഡ്രൈവർമാർക്ക് കൊടുക്കും. ഒരു 1500 കൊടുക്കും നോർമൽ പേയ്മെൻ്റ് എങ്കിൽ അവർ 1800 ആയിരിക്കും ചിലപ്പോൾ ബിസി ടൈമിൽ നമുക്ക് കിട്ടുന്നത്. പക്ഷേ ക്വയറ്റ് ടൈമിൽ ബിസി അല്ലാത്ത സമയത്തിൽ അവർ ഫെയർ കുറയ്ക്കും. സോ അതൊരു ബിസിനസ് തന്ത്രമാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഇവരുടെ കമ്മീഷൻ ഒരു റേറ്റ് ഉണ്ട്, കമ്മീഷൻ റേറ്റ്. ആ കമ്മീഷൻ റേറ്റ് ഒരു വരിയും. കാരണം ഇത്രയും വലിയ ഒരു ആപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഒരു 6000-ൽ പരം ആൾക്കാർ കൊച്ചിയിൽ തന്നെ ഡ്രൈവർമാരായിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്. അതും കൊച്ചിയിൽ തന്നെ ഡ്രൈവർമാർ. ഇത് കൊച്ചിക്കാരെന്ന് പറയാം, കൊച്ചിക്കാർ കുറച്ച് പേരേ ഉള്ളൂ. ബാക്കി കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം സ്ഥലത്ത് നിന്ന്, അതായത് കോഴിക്കോട്, കാസർഗോഡ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ തമിഴ്നാടിൽ നിന്ന് വരെ വരുന്നവരുണ്ട്, ട്രിവാൻഡ്രത്ത് വരുന്നത്. അങ്ങനെ പല ഏരിയയിൽ നിന്നും വന്ന് കൊച്ചിയിൽ ഊബർ ഓടുന്നവർ തന്നെയുണ്ട്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്വേഷിച്ച് നോക്കി അറിയാൻ പറ്റും. അപ്പോൾ അത്രയും ആൾക്കാർക്ക് ജോലി കിട്ടുന്നുമുണ്ട്. ചുമ്മാ ഇതിലൊന്നും ലാഭമില്ലെങ്കിൽ ഇത്രയും ആൾക്കാർ വന്ന് അവിടെ ജോലി ചെയ്യുമോ?